ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മുടെ പ്രീതിയും ശ്രുതിയും കൂടി സംസാരിച്ചിരിക്കുകയാണ്. കഥകളിൽ പറഞ്ഞു കേട്ടിട്ടുള്ള ആ ഒരു രാജകുമാരനെ കുറിച്ച് പരസ്പരം സംസാരിക്കുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മുടെ ശ്യാം വീട്ടിലേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ശ്രുതി രാത്രിയാകുമ്പോൾ ശ്രുതി അടുത്ത് പറയുന്നുണ്ട്, ശ്രുതി നീ എന്നോട് ക്ഷമിക്കണം, നാളെ നമുക്ക് ഔട്ടിങ്ങിന് പോകാൻ പറ്റില്ല, എനിക്ക് പെട്ടെന്ന് ഒരു കേസിന്റെ ആവശ്യം വന്നു, അതുകൊണ്ട് നമുക്ക് ഈ ഔട്ടിങ് മറ്റന്നാളത്തേക്ക് ആക്കിയാലോ എന്ന് പറയുമ്പോൾ ശ്രുതി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അതിനുശേഷം ശ്യാം പറയുന്നുണ്ട്, ശ്രുതി എനിക്കറിയാം തനിക്ക് പുറത്തുവരാനൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ലെന്ന്, പക്ഷേ ഇത് അമ്മായിയുടെയും അമ്മയുടെയും നിർബന്ധമാണ്, നമ്മൾ മനസ്സ് തുറന്ന് കുറച്ചേരം സംസാരിക്കണമെന്ന്, അതുകൊണ്ട് നമുക്ക് നാളെ കഴിഞ്ഞിട്ട് കാണാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്യാം പോക്കറ്റിൽ നിന്ന് ആ ഒരു കൈ ചെയിൻ എടുക്കുക കേട്ടോ. അതിനുശേഷം ശ്രുതിയുടെ കൈ ഇങ്ങനെ പതുക്കെ കയ്യിലേക്ക് കെട്ടി കൊടുക്കുകയാണ്. അതിനുശേഷം ശ്യാം പറയണ്ടേ, ഞാൻ തനിക്ക് ശരിക്കും സാരി എടുക്കാനാണ് നിന്നത്, അപ്പോൾ കൈ ചെയിൻ ആക്കാന്ന് വിചാരിച്ചപ്പോൾ അമ്മക്കും അമ്മായിക്കൊക്കെ ഒത്തിരി സന്തോഷമായി, അതുകൊണ്ട് ഞാൻ തനിക്കായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഈ കൈ ചെയിൻ വാങ്ങിച്ചത് എന്ന് പറഞ്ഞിട്ട് ശ്യാം ആ കൈ ചെയിൻ നമ്മുടെ ശ്രുതിയുടെ കയ്യിലേക്ക് കെട്ടി കൊടുക്കുക കേട്ടോ. ശ്രുതിക്കാണെങ്കിൽ അത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ ശ്രുതി വേറൊരു വിചാരത്തിലാണ്. കാരണം അശ്വിനായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നതും അശ്വിൻ ലാവണ്യെ കെട്ടിപ്പിടിച്ചതും അതുപോലെ തന്നെ നിന്റെ കല്യാണത്തിന് എനിക്ക് കൺഗ്രാറ്റ്സ് പറയാനായിട്ട് പറ്റിയല്ലോ എന്ന് പറഞ്ഞിട്ട് കൺഗ്രാറ്റുലേഷൻ ഇന്നലെ പറഞ്ഞ ഭാഗങ്ങളൊക്കെ ആലോചിച്ചിട്ടാണ് കേട്ടോ ശ്രുതി ഇങ്ങനെ നിൽക്കുന്നത്. അതിനുശേഷം നമ്മുടെ ശ്രുതി പിറ്റേ ദിവസം രാവിലെ തന്നെ അശ്വിൻ്റെ വീട്ടിലേക്ക് പോകുവാണ്. പോണ സമയത്ത് നമ്മുടെ അശ്വിൻ്റെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ അഞ്ജലിയും ലാവണ്യയും എല്ലാവരും കൂടി ഓരോരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അഞ്ജലിക്ക് ഭയങ്കര സന്തോഷമാണ്, കാരണം ശ്യാമായിട്ട് ഇന്ന് വൈകിട്ട് കറങ്ങാനൊക്കെ പോകാലോ എന്ന് ആലോചിച്ചിട്ട്. അപ്പോൾ ഒരുപാട് സാരിയൊക്കെ എടുത്ത് മുമ്പിൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മനോരമയുടെ ചോദിക്കുന്നുണ്ട്, ആൻറ്റി ഇതിൽ ഏത് സാരിയാ വൈകുന്നേരം എടുത്തോണ്ട് പോകണ്ടേന്ന് ചോദിക്കുമ്പോഴേക്കും മനോരമ ഒരു പച്ച കളർ സാരി എടുത്ത് കൊടുക്കുക കേട്ടോ. ആ സമയത്ത് അഞ്ജലി പറയണ്ടായോ, മനോരമ ആൻറ്റി ഗ്രീൻ കളർ ശ്യാമേട്ടന് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു കളറാണ് എന്ന് പറയുമ്പോൾ ലാവണ്യ ഒരു റോസ് കളർ സാരി അഞ്ജലിക്ക് കൊടുക്കുവാണ്. ചേച്ചി ഈ സാരി ചേച്ചിക്ക് നന്നായിട്ട് ചേരും, ഈ സാരി ഇട്ട് പോയിക്കോ എന്ന് പറയുമ്പോഴേക്കും അഞ്ജലി പറഞ്ഞ ഇത് കൊള്ളാലോ, നല്ല സാരിയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അഞ്ജലി ആ സാരി നോക്കുന്ന സമയത്താണ് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. ശ്രുതി വാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുവാണ്. അതിനുശേഷം ശ്രുതിയുടെ അടുത്തിരുന്നിട്ട് നമ്മുടെ അഞ്ജലി പറയുന്നുണ്ട്, ശ്രുതി ഇതിലേതെങ്കിലും ഒരു കളർ സാരി എനിക്ക് സെലക്ട് ചെയ്ത് തരുമോ, ഇന്ന് വൈകുന്നേരേ കുറേ നാളിന് ശേഷം ഞാനും ശ്യാമേട്ടനെ കൂടി ഒന്ന് പുറത്തൊക്കെ പോയിട്ട് കറങ്ങാൻ പോവാ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി അതിലൊരു റെഡ് കളർ സാരി എടുക്കാണ്. അത് നമ്മുടെ അഞ്ജലിക്ക് കൊടുക്കുന്നുണ്ട്. അഞ്ജലി പറയുന്നുണ്ട്, ഹായ് കൊള്ളാലോ, ശ്യാമേട്ടന് ഇഷ്ടപ്പെട്ട കളറാ റെഡ്, ആ കളർ തന്നെ നീ സെലക്ട് ചെയ്തല്ലോ എന്ന് പറഞ്ഞിട്ട് അത് മേടിക്കുകയാണ്. പക്ഷെ അഞ്ജലി നോക്കുന്നത് ഫുള്ള് ശ്രുതിയുടെ മുഖത്തേക്കാട്ടോ. ശ്രുതി ആകെ വിഷമിച്ചിരിക്കുന്ന പോലെ അഞ്ജലിക്ക് തോന്നുന്നുണ്ട്. ആ സമയത്ത് അഞ്ജലി ശ്രുതിനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ശേഷം അഞ്ജലി പറഞ്ഞ ഒരു കാര്യം ചെയ്യാൻ, ഞാനിത് ബാക്കിയുള്ള സാരിയൊക്കെ അലമാരി വെച്ചിട്ട് വരാം എന്ന് പറയാണ്. ശ്രുതിയും വരുന്നത് പുറകെ പോകുന്നുണ്ട് 2-3 സാരി എടുത്തുകൊണ്ട്. അതിനുശേഷം അലമാരയിലേക്ക് വെക്കുന്ന സമയത്ത് അഞ്ജലി പറയുന്നുണ്ട്, ശ്രുതി നിന്റെ കല്യാണത്തിന് സാരിയൊക്കെ എടുക്കാനായിട്ട് കടകളിലൊക്കെ പോവില്ലേ, അപ്പൊ ഞാനും വരുന്നുണ്ട് കേട്ടോ, എനിക്ക് കല്യാണ സാരി എടുക്കുന്നതും ആഭരണങ്ങൾ എടുക്കുന്നതും കല്യാണ പർച്ചേസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, നിന്റെ കല്യാണത്തിന് കടകളിലൊക്കെ പോകുമ്പോൾ എന്നെ വിളിക്കോ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി അതൊന്നും കേൾക്കാണ്ട് എന്തൊക്കെയോ ആലോചിച്ചോണ്ടിരിക്കുക കേട്ടോ. ആ സമയത്ത് അഞ്ജലി വീണ്ടും ശ്രുതിയുടെ മുഖത്തേക്ക് നോക്കുവാണ്. ശ്രുതി ഞാൻ പറഞ്ഞതൊന്നും നീ കേൾക്കുന്നില്ല, എന്താ മേഡം പറഞ്ഞത്, ആ ഞാൻ നിന്റെ അടുത്തൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയോ, എന്നാ മേഡം ചോദിച്ചോ, അത് ഞാൻ ചോദിക്കണത് ചിലപ്പോൾ നിനക്ക് തെറ്റായിട്ട് തോന്നും, പക്ഷെ നിന്റെ ഒരു കൂടപ്പിറപ്പ് ചോദിക്കണ പോലെ നീ വിചാരിച്ചാൽ മതി, അല്ലെങ്കിലും ഞാൻ നിന്നെ എൻ്റെ സ്വന്തം അനിയത്തിനെ പോലെയാണ് ശ്രുതി കാണുന്നത്, അതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, നിനക്ക് ഈ കല്യാണത്തിന് ശരിക്കും സമ്മതമാണോ ശ്രുതി, എനിക്കെന്തോ നീ കുറച്ച് ദിവസങ്ങളായിട്ട് വല്ലാത്ത വിഷമത്തിലാണ് പോലെ തോന്നുന്നു, നീ വല്ല ആൾക്കാരുടെ നിർബന്ധപ്രകാരമാണോ ഈ വിവാഹത്തിന് സമ്മതിച്ചത്, അമ്മായിയുടെയോ അമ്മയുടെയോ അച്ഛൻ്റെയോ ആരുടെയെങ്കിലും നിർബന്ധപ്രകാരം എന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ ശ്രുതി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. എന്താ ശ്രുതി ഞാൻ പറഞ്ഞത് സത്യമല്ലേ, നിനക്ക് ഈ കല്യാണത്തിന് ഒട്ടും ഇഷ്ടമില്ലാത്ത പോലെ എനിക്ക് തോന്നുന്നു, അത് സത്യമാണോ ശ്രുതി എന്ന് ചോദിക്കുമ്പോൾ തന്നെ നമ്മുടെ രാമേട്ടൻ അങ്ങോട്ടേക്ക് വരുവാട്ടോ. അഞ്ജലി മോളെ നീ മുത്തശ്ശി വിളിക്കുന്നുണ്ട് എന്ന് പറയാണ്. ഞാൻ ഇപ്പൊ വരാം രാമേട്ട എന്ന് പറഞ്ഞിട്ട് സാരി വെക്കുന്ന സമയത്ത് നമ്മുടെ ശ്രുതി ഇങ്ങനെ സാരി ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്ന സമയത്ത് ശ്രുതിയുടെ കയ്യിൽ ആ സാരി ഒന്ന് കുടുങ്ങുവാട്ടോ. അപ്പൊ കൈച്ചെയിൻ ഊരി നിലത്തേക്ക് വീഴുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ അശ്വിൻ അങ്ങോട്ടേക്ക് വരുന്നത്. ആ കൈച്ചെയിൻ അശ്വിൻ ഇങ്ങനെ എടുക്കുവാണ്. അതിനുശേഷം ശ്രുതിയുടെ അത് മനസ്സിലാവാണ്. ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട്, ഓ ഇത് നിന്റെ ലൈഫ് പാർട്ട്ണർ ആവാൻ പോകുന്ന ആള് നിനക്ക് തന്ന കൈച്ചെയിൻ ആയിരിക്കും അല്ലേ, ഇതൊട്ടും ക്വാളിറ്റി ഇല്ലല്ലോ ശ്രുതി എന്നിങ്ങനെ പറയുവാണ്.
എന്താ നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്ക് ഭയങ്കര ഇത് മേടിച്ചാലുള്ള പൈസ പോലും ഇല്ലേ? നല്ലൊരു കൈച്ചെയിൻ മേടിച്ചാലുള്ള പൈസ പോലില്ലേ? ഇതൊരു 2-3-4 ഗ്രാമിന്റെ കൈച്ചെയിനാണല്ലോ എന്ന് പറയാണ്. അതിനുശേഷം ശ്രുതിക്കാകെ ദേഷ്യം വരുവാട്ടോ. ഇങ്ങനെ അത്രയ്ക്ക് ദരിദ്രവാസിയാണോ നിന്നെ കല്യാണം കഴിക്കാൻ പോണെന്ന് ഞങ്ങൾക്ക് ചോദിക്കുമ്പോൾ ശ്രുതി ആ കൈച്ചെയിൻ വാങ്ങിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, സാർ പണം കൊണ്ട് ഒരിക്കലും സന്തോഷം വാങ്ങാൻ പറ്റില്ല. എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളെ കുറിച്ച് സാർ എന്തിനാ ഇങ്ങനെയൊക്കെ പറയേണ്ടത്? അങ്ങനെ പറയേണ്ട കാര്യം സാറിനില്ല. പിന്നെ സാറിന് ഒത്തിരി പണമുണ്ട്, നല്ല പണമുണ്ട്. പക്ഷെ സാറിന്റെ മുഖത്ത് അതിന്റെ ഒരു സന്തോഷവും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ അശ്വിനാകെ വല്ലാത്ത പോലെ തോന്നുവാട്ടോ. അങ്ങനെ അശ്വിനാകെ നാണം കെട്ട് ചൂളി നിൽക്കുന്ന സമയത്ത് നമ്മുടെ അശ്വ ദേഷ്യം കൊണ്ട് ശ്രുതിനെ വലിച്ച് അകത്തേക്ക് കൊണ്ടുവന്ന് നീ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് സാർ കേട്ടില്ലേ, സാറിന് ഇട്ട് മൂടാനുള്ള പണമുണ്ട്, പക്ഷെ അതിന്റെ ഒരു സന്തോഷം സാറിന്റെ മുഖത്ത് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയാണ്. അതിനുശേഷം ശ്രുതി അവിടെ ജയിച്ച പോലെ അങ്ങോട്ടേക്ക് പോകുവാട്ടോ. നമ്മുടെ അശ്വിനാണെങ്കിൽ ആകെ ദേഷ്യം വരുവാണ്. അതിനുശേഷം നമ്മുടെ അഞ്ജലിയുടെ ഫോൺ ബെല്ലടിക്കുന്ന സമയത്ത് ശ്രുതി അവിടെ അടുത്തിരിക്കുന്നുണ്ട്. അഞ്ജലി മേഡം ദേ ഫോൺ ബെല്ലടിക്കുന്നുണ്ട്, അയ്യോ ശ്രുതി ആ ഫോൺ എടുത്തേക്കൂ എന്ന് പറയാണ്. ശ്രുതി ഫോൺ എടുക്കുമ്പോൾ ശ്യാമാണ് കേട്ടോ. ശ്യാം പെട്ടെന്ന് ഫോണിൽ പറയുന്നുണ്ട്, ഹലോ രാജകുമാരി, വൈകിട്ട് നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങി റെഡിയായി ഇരുന്നോട്ടോ, നമുക്കൊന്ന് പുറത്തൊക്കെ പോവാം, സിനിമക്ക് പോകാം, പാർക്കിൽ പോവാം, ബീച്ചിൽ പോകാം എന്നൊക്കെ പറയാണ്. ശ്രുതി ആ സൗണ്ട് കേട്ട് ശരിക്കും ശ്രദ്ധിച്ചിങ്ങനെ കേൾക്കുവാട്ടോ. ഈ സൗണ്ട് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്ന രീതിയിൽ ശ്രുതി ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഹലോ രാജകുമാരി, എന്താ ഒന്നും മിണ്ടാത്തത്, പിണങ്ങിയോ എന്നൊക്കെ ചോദിച്ചിട്ട് ശ്യാം സംസാരിക്കുമ്പോൾ ഹലോ എന്ന് ശ്രുതിയുടെ സംസാരം കേൾക്കുമ്പോൾ ശ്യാം പെട്ടെന്ന് ഈശ്വരോ ശ്രുതി ആയിരുന്നു എന്ന രീതിയിൽ ആകെ ഞെട്ടിയിരിക്കുക കേട്ടോ. പെട്ടെന്ന് അഞ്ജലി വരുന്നുണ്ട്. ആരാ ശ്രുതി? ആ അറിയില്ല മേഡം എന്നൊന്ന് പറഞ്ഞ് ഫോൺ കൊടുക്കുവാണ്. ആ ശ്യാമേട്ടനായിരുന്നു. ശ്യാമേട്ട പറ ശ്യാമേട്ട, ശ്രുതിയാ ഫോൺ എടുത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അഞ്ജലി സംസാരിച്ചുകൊണ്ട് അപ്പുറത്തേക്ക് പോകുവാണ്. ശ്രുതി ഇങ്ങനെ ആലോചിക്കുക കേട്ടോ, ഈ സംസാരം ഞാൻ ഇവിടെ കേട്ടിട്ടുണ്ട്, ഇത് എനിക്ക് നല്ല പരിചയമുള്ള സംസാരമാണ്. അപ്പോ അഞ്ജലി മേഡത്തിന്റെ ശ്യാമേട്ടന്റെ സംസാരം ഇതാണ്, ഈ സംസാരം എനിക്ക് നല്ല പരിചയമുണ്ടല്ലോ എന്നൊക്കെ ശ്രുതി ഇങ്ങനെ ആലോചിക്കാട്ടോ. അങ്ങനെ ശ്രുതിക്ക് ആദ്യത്തെ സംശയം വീഴുവാണ് ശ്യാമിന്റെ പുറത്ത്. ശ്യാമിന്റെ അതേ സംസാരവും ശൈലിയൊക്കെയാണ് അഞ്ജലിയുടെ ഭർത്താവിനെന്ന് മനസ്സിലാക്കുവാണ് ശ്രുതി കേട്ടോ. അതിനുശേഷം ശ്രുതിക്ക് വല്ലാത്തൊരു ഡൗട്ട് അപ്പൊ തുടങ്ങി. ശ്രുതിക്ക് വല്ലാത്ത ഡൗട്ടാട്ടോ. ഇനി ഞാൻ പറയാൻ പോകുന്നത് ശ്യാമിന്റെ കള്ളത്തരം ശ്രുതി കണ്ടുപിടിക്കാൻ പോകുന്ന എപ്പിസോഡിനെ കുറിച്ചാണ്. ആ എപ്പിസോഡ് ഇനി വരും ഒരാഴ്ച മാത്രമേ ഉള്ളൂ കേട്ടോ. അടുത്ത തിങ്കളാഴ്ച, അതായത് ഈ വണ്ടി തിങ്കളാഴ്ച അല്ല, അടുത്ത തിങ്കളാഴ്ച ആയിരിക്കും മിക്കവാറും നമ്മുടെ ശ്യാമിന്റെ കള്ളത്തരം ശ്രുതി കണ്ടുപിടിക്കുന്നത്. അന്ന് ശ്യാമിന്റെ മുഖം മൂടി അഴിഞ്ഞു വീടാൻ പോകുന്ന ഭാഗമാണ് നമ്മളെല്ലാവരും കാത്തിരുന്ന പോലെ. ശ്യാമിന്റെ മുഖത്ത് ഒരു അടി വെച്ച് കൊടുക്കണമെന്ന് നമ്മളെല്ലാവരും വിചാരിക്കുകയല്ലേ? അതുപോലെ തന്നെ ശ്രുതി ശ്യാമിന്റെ കരണക്കുറ്റി തന്നെ നോക്കിയിട്ട് ഒരു നല്ലൊരു അടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം വേറൊരു ഭാഗം കൂടി ഞാൻ പറയാം. നമ്മുടെ ലാവണ്യ അഞ്ജലിയും ശ്രുതിയും കൂടി ഇങ്ങനെ സംസാരിച്ചിരിക്കുകയായിരിക്കും. അപ്പൊ നമ്മുടെ അഞ്ജലി പറയുന്നുണ്ട്, നാളെ കുഞ്ഞിന്റെ കല്യാണക്കാർഡ് അടുപ്പിക്കാൻ വേണ്ടി കൊടുക്കണം, ശ്രുതി നീയോ വരണം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ അശ്വിൻ അങ്ങോട്ടേക്ക് വരുമെന്ന് കേട്ടോ. അശ്വിൻ വേണ്ട നാളെ പോകണ്ട കല്യാണക്കാർഡ് അടിക്കാൻ. എന്താ കുഞ്ഞ് നീ ഇങ്ങനെ പറയണത്? നമ്മൾ നിശ്ചയിച്ച കാര്യമല്ലേ അത്, കല്യാണക്കുറി അടിക്കണേന് ഇപ്പൊ എന്താ പ്രശ്നം ചോദിക്കുമ്പോൾ നാളെയല്ല, നാളെ എന്റെയും ലാവണിയുടെ വിവാഹ നിശ്ചയമാണ് നടത്തേണ്ടതെന്ന് പറയുമ്പോൾ എല്ലാവരും ആകെ ഞെട്ടിപ്പോവാട്ടോ. വിവാഹ നിശ്ചയം? അതെ, അത് നാളെ തന്നെ നടത്തണം എന്ന് പറയാണ്. എന്നിട്ട് ശ്രുതിയുടെ മുഖത്തേക്ക് നോക്കുവാണ്. കാരണം ശ്രുതി പണക്കാരനായിട്ടും നമ്മുടെ അശ്വിന്റെ മുഖത്ത് സന്തോഷമില്ലെന്ന് പറഞ്ഞില്ലേ, അതിന്റെ വാശിക്കാട്ടോ അശ്വിൻ അങ്ങനെ ചെയ്യണത്. എന്തായാലും നല്ല നല്ല ഭാഗങ്ങളാണ് നമ്മൾ തിങ്കളാഴ്ച കാണാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.